നമസ്തേ. രോഗത്തിൻ്റെ കാഠിന്യം കൂടുന്തോറും രോഗലക്ഷണങ്ങളുടെ എണ്ണവും കൂടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ HIV. അതിന് ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. പനി വരും, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും, ദേഹത്തിലൊരു റാഷ് വരും, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ടാവും. അപ്പോൾ സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മഹാരോഗമാണ്. മനുഷ്യ മസ്തിഷ്കത്തെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. മതതീവ്രവാദ സംബന്ധമായി ലോകം മുഴുവനും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ സെമിറ്റിക് മതങ്ങളാണ്. സെമിറ്റിക് മതം എന്ന മഹാരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദില്ലിയിൽ സംഭവിച്ചതും അത് തന്നെയാണ്. അവിടെ നോക്കൂ, സെമിറ്റിക് മതക്കാരാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സെമിറ്റിക് മതക്കാരനാണ്. അപ്പോൾ അവിടെ എന്താണ്? ഹിന്ദുക്കളെ കൊല്ലണം. ഹിന്ദുക്കൾ വിഗ്രഹാരാധകരാണ്. ആ ഗ്രന്ഥം അവർ പഠിക്കുന്ന കിതാബ്, അവർ ഡോക്ടർമാരാണ്. പക്ഷേ ഡോക്ടർമാർ മാത്രമല്ല, അവർ മുസ്ലിങ്ങളുമാണ്. അപ്പോൾ അവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ അവർ പഠിക്കുന്നത് ഈ കിതാബാണ്. ഇല്ലാത്ത സ്വർഗത്തിൻ്റെയും അവിടെ ഇല്ലാത്ത ഹൂറികളുടെയും കഥ കേട്ടാണ് കുട്ടിക്കാലം മുതലേ ഇവർ വളരുന്നത്. ഒരു കുട്ടി വളരുന്ന സാഹചര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോകത്തിൽ മനുഷ്യ സ്വഭാവത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അവൻ വളർന്നു വരുന്ന സാഹചര്യമാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കുട്ടിക്കാലം മുതൽക്ക് തന്നെ മതപഠനം നിർബന്ധമാണ്. ഇവരുടെ മതഗ്രന്ഥങ്ങൾ ബൈബിളും ഖുറാനും ആകട്ടെ പഠിപ്പിക്കുന്നത് അന്യമതസ്ഥരെ വെറുക്കാനാണ്. നമ്മൾ പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അത് തെറ്റാണ്. ഇസ്ലാമിക തീവ്രവാദത്തെക്കാൾ 10 മടങ്ങ് ശക്തിയേറിയ തീവ്രവാദമാണ് ക്രിസ്ത്യൻ തീവ്രവാദം. ഇസ്ലാമിക തീവ്രവാദവും ക്രിസ്ത്യൻ തീവ്രവാദവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മുന്നിൽ നിന്ന് കുത്തുന്നതും പിന്നിൽ നിന്ന് കുത്തുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അതാണ് വ്യത്യാസം. മുന്നിൽ നിന്ന് കുത്തുന്നത് നമുക്ക് തടുക്കാൻ പറ്റും, അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ശത്രുവിനെ. പിന്നിൽ നിന്ന് കുത്തുന്ന ശത്രു അത് നമുക്ക് തടുക്കാനും പറ്റില്ല. നമുക്ക് കുത്തു കൊണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് കുത്തിന്ന്. തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ പിന്നിൽ നിന്ന് കുത്തുന്നവനാണ് മുന്നിൽ നിന്ന് കുത്തുന്നവനേക്കാൾ അപകടകാരി. അവൻ ചിരിച്ചുകൊണ്ട് കത്തി വെക്കുന്നവനാണ്. ഹിന്ദുക്കളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സെമിറ്റിക് മതക്കാരുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളും ഖുറാനുമാണ്. ഈ 2 ഗ്രന്ഥവും പറയുന്നത്, ബൈബിൾ പറയുന്നത് ലോകമെങ്ങും പോയി സകലജാതി മനുഷ്യരെയും ക്രിസ്ത്യാനിയാക്കാനും, ഖുറാൻ പറയുന്നത് ലോകം മുഴുവനും പോയി സകലജാതി മനുഷ്യരെയും ഇസ്ലാമാക്കാനുമാണ് പറയുന്നത്. ദീൻ മുഴുവനും അള്ളാഹുവിനാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. മാത്രമല്ല ബൈബിളും ഖുറാനും വിഗ്രഹാരാധനയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്, ബഹുദൈവാരാധനയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. നോക്കൂ, പാപമെന്ന് പറഞ്ഞാൽ പരോപദ്രവമാണ്, മറ്റുള്ളവരെ ഹിംസിക്കുന്നതാണ്. അത് മനുഷ്യനാവട്ടെ മറ്റ് ഏത് പ്രാണിയുമാകട്ടെ അതിനെ ഹിംസിക്കുകയാണ് പാപം എന്ന് കരുതുന്ന ഹിന്ദുക്കൾ. പാപം എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയാണ്, ബഹുദൈവാരാധനയാണ്. ഈ കാണുന്ന ലോകത്തിലെ സകല മൃഗങ്ങളും പക്ഷികളും ഒക്കെ അള്ളാഹുവും യഹോവയും ഒക്കെ നമുക്ക് കൊന്നു തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് കരുതുന്ന ആൾക്കാരും എങ്ങനെയാണ് സമാധാനത്തോടു കൂടി അവർക്ക് കഴിയാൻ സാധിക്കുക? കാരണം ഒരു കൂട്ടർ വിഗ്രഹാരാധകരാണ്, മറ്റു കൂട്ടർ പറയുന്ന വിഗ്രഹാരാധകരെ കൊല്ലുക, പതിയിരുന്ന് ആക്രമിക്കുന്നതാണ്. ഈ 2 കൂട്ടരും കൂടി എങ്ങനെ സമാധാനത്തോടെ കഴിയും? എങ്ങനെ കഴിയും? ബുദ്ധിസ്റ്റുകൾക്കും ഹിന്ദുക്കൾക്കും ഒരുമിച്ച് കഴിയാൻ പറ്റും, ജൈനന്മാർക്കും ഹിന്ദുക്കൾക്കും, മറ്റ് എന്തൊക്കെയോ മതങ്ങളുണ്ട്, സൊറാസ്ട്രിയൻസ്, അവർക്കൊക്കെ ഹിന്ദുക്കളുമായിട്ട് ഒരുമിച്ച് കഴിയാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല ക്രിസ്തു മതവും ഇസ്ലാമും. അത് 2 വ്യത്യസ്ത മതങ്ങളാണ്, മറ്റു മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നോക്കൂ, അതിൻ്റെ ചരിത്രം നോക്കൂ. 2 ഉണ്ടായത് ഈ എന്താ പറയുക പശ്ചിമേഷ്യയിലാണ്. പക്ഷേ അത് ഇന്ന് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കണം. എങ്ങനെ? അതിൻ്റെ ചരിത്രം എന്താണ്? എങ്ങനെ അത് വ്യാപിച്ചു? അതിൻ്റെ ഒരു ലക്ഷ്യം, ഈ മതക്കാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മതം ലോകം മുഴുവനും പരത്തുക, എല്ലാവരെയും ക്രിസ്ത്യാനിയാക്കുക, എല്ലാവരെയും മുസ്ലിമാക്കുക എന്നതാണ് ഇവർ കുട്ടിക്കാലം മുതൽക്ക് ഇവർ പഠിക്കുന്നതാണ്. അതുകൊണ്ടാണ് സൗദി അറേബ്യയിലുണ്ടായ ഇസ്ലാമും പലസ്തീനിലുണ്ടായ ക്രിസ്തു മതവും ഇന്ന് ലോകത്തിൻ്റെ സകല ഭൂഖണ്ഡങ്ങളിലും ഉള്ളത്. ലോകത്തിൽ ഈ ക്രിസ്തു മതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ആവിർഭാവത്തിന് മുന്നേ എന്തെല്ലാം സംസ്കാരങ്ങളുണ്ടായിരുന്നോ, നിലനിന്നിരുന്നോ, അതൊക്കെ ഇവർ തച്ചു തകർത്തു.
എല്ലാം നശിപ്പിച്ചു. ആകെ കൂടി ഇവർ എത്ര ശ്രമിച്ചിട്ടും നശിപ്പിക്കാൻ കഴിയാത്ത ഏക സംസ്കാരം ഭാരത സംസ്കാരമാണ്. സെമിറ്റിക് മതങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് സനാതനധർമ്മത്തിൻ്റെ അന്ത്യമാണ്. സനാതനധർമ്മത്തിൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഭാരതമാണ്. ഭാരതത്തിൽ നിന്നായിരിക്കും സെമിറ്റിക് മതങ്ങളുടെ അന്ത്യം ആരംഭിക്കുന്നത്. ഇതിൽ യാതൊരു സംശയവും വേണ്ട. ലോകത്തിൽ ധാരാളം മതങ്ങളുണ്ട്. നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒത്തിരി മതങ്ങളുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ ലോക സമാധാനത്തിന്, മനുഷ്യരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമല്ല. ലോക സമാധാനത്തിന്, ലോകത്തിൻ്റെ സമാധാനവും ശാന്തിയും നശിപ്പിക്കുന്ന 2 മതങ്ങളേ ഉള്ളൂ. അത് ക്രിസ്തു മതവും ഇസ്ലാമുമാണ്. നമ്മൾ ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ രാവിലെ എണീറ്റ് നടക്കാൻ പോകുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ എതിർവശത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരാളോട് നമസ്തേ എന്ന് പറയുന്നു, അയാൾ തിരിച്ച് നമസ്തേ പറയുന്നു. പിറ്റേ ദിവസം നിങ്ങൾ അയാളെ കാണുമ്പോൾ നമസ്തേ പറയുന്നു, അയാൾ തിരിച്ച് പറയുന്നു. കുറച്ചുകൂടി നടന്നപ്പോൾ വേറൊരാളെ കണ്ടു, അയാളോട് നമസ്തേ പറഞ്ഞു. അയാളൊന്നും കണ്ട ഭാവം പോലും നടിക്കാതെ അയാൾ അങ്ങോട്ട് പോയി, നമ്മൾ അവഗണിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം നമ്മൾ അതേ വഴി പോകുന്നു, അയാളോട് നമ്മൾ നമസ്തേ വീണ്ടും പറയാവൂ? അയാളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം അയാൾ നമ്മൾ കൊടുക്കുന്ന ബഹുമാനം അയാൾ നമുക്ക് തിരിച്ചു തരുന്ന ആളല്ല. അങ്ങനെ വീണ്ടും വീണ്ടും അയാളോട് വീണ്ടും നമസ്തേ നമസ്തേ എന്ന് പറയുന്ന ഒരുതരം അടിമത്ത മനോഭാവമാണ്. ഈ മതേതരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. കാരണം ഹിന്ദുക്കൾ പറയും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. പക്ഷേ ഈ ക്രിസ്ത്യാനിയോ ഈ മുസ്ലിമോ അങ്ങനെ പറയൂ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറയൂ, ഏതെങ്കിലും ഒരു മുസ്ലിം പറയൂ? പറയത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും അവരോട് മതഭേദായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയണത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് നമസ്തേ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമസ്തേ പറയാത്ത ആളോട് വീണ്ടും വീണ്ടും നമസ്തേ നമസ്തേ എന്ന് പറയുന്ന പോലെ അല്ലേ? ആലോചിച്ച് നോക്കൂ. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം. നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമസ്തേ എന്ന് പറയണം. അത് നമ്മുടെ സംസ്കാരമാണ്. പക്ഷേ അത് സംസ്കാരശൂന്യനായിട്ടുള്ള ഒരാളോടാണ് പറയുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് നൽകുന്ന ബഹുമാനം നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ വേണ്ടത്? അയാളെ ബഹുമാനിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം അയാൾ ബഹുമാനം അർഹിക്കുന്നില്ല. പക്ഷേ എന്തു ചെയ്യാം, നമ്മുടെ ഈ സോക്കോൾഡ് നവോത്ഥാന ഗുരുക്കന്മാർ അവരൊക്കെ വന്ന് ഹിന്ദുവിനെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നത് പോലും മാറ്റിമറിച്ചു കളഞ്ഞു. ഹിന്ദുവിനോട് എന്താ പറയുക, അഹിംസ പരമോധർമ്മ ഇതിങ്ങനെ ഉരുവിട്ട് ഹിന്ദുവിൻ്റെ ക്ഷാത്രവീര്യവും നഷ്ടപ്പെട്ടു. ഹിന്ദു എന്താ പറയുക, നപുംസകം പോലെ. അഹിംസ പരമോധർമ്മ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അഹിംസ പരമോധർമ്മ ധർമ്മഹിംസ തദൈവച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ബൈബിളിൽ ഇപ്പോൾ നമ്മൾ ചുവരെഴുത്ത് കാണാറുണ്ട്. ബൈബിളിൽ യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ അവരെ സമാശ്വസിപ്പിക്കാം. ഇതാണ് നമ്മൾ ചുവരെഴുത്ത് കാണുന്നത്. പക്ഷേ യേശു അങ്ങനെയല്ല പറഞ്ഞത്. യേശു പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാനവരെ സമാശ്വസിപ്പിക്കാം, എൻ്റെ നുഖമെടുത്ത് അവരുടെ തോളിൽ വെച്ച് തരാം എന്നാണ് പറഞ്ഞത്. എൻ്റെ ഭാരം എടുത്ത് അവരുടെ തോളിൽ വെച്ച് തരാമെന്ന്, എൻ്റെ കഷ്ടപ്പാട്. മനസ്സിലായോ? അതാണ് സത്യത്തിൽ യേശു പറഞ്ഞത്. പക്ഷേ അത് വെട്ടിമുറിച്ച് ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം പറയണേ. യേശു പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വാ വണ്ടർഫുൾ എന്ന് വിചാരിക്കും. പക്ഷേ സത്യം അതല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ അഹിംസ പരമോധർമ്മ എന്നത് മാത്രം പറഞ്ഞ് ഹിന്ദുവിനെ വഞ്ചിക്കുന്നത്. ഈ വഞ്ചന ചെയ്ത ആളുകളെ ആണ് നമ്മൾ നവോത്ഥാന ഗുരുക്കന്മാർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഒരു സന്യാസി ഉണ്ടല്ലോ, ഒരു സന്യാസി ഞാൻ ടി വിയിലൊക്കെ കാണാറുണ്ട്, അദ്ദേഹത്തിന് യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അദ്ദേഹം പറയുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്, അതിൽ കൂടെ പറയുന്നു, എന്താ പറയുന്നത്, യേശു വേദാന്തിയാണ്, യേശു വേദാന്തമല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ വാക്കുകൾ അറിയണമെങ്കിൽ നമ്മൾ വേദാന്തം മനസ്സിലാക്കണം, വാക്കിൻ്റെ പൊരുൾ അറിയണമെങ്കിൽ. അപ്പോൾ അദ്ദേഹം തികഞ്ഞ ഒരു യേശുവിൻ്റെ ഒരു ഭക്തനാണ്. പക്ഷെ കാവിട്ടേക്കണേ ചിദാനന്ദപുരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അറിയാമോ? യേശു ശുദ്ധമായ വേദാന്തം പഠിപ്പിച്ചു. സ്വർഗരാജ്യം ഹൃദയത്തിനുള്ളിലാണ്. അവിടെ ഈശ്വരൻ വേറെ ജീവൻ വേറെ. യേശു പഠിപ്പിച്ചു പിതാവും പുത്രനും ഒന്നാകുന്നു എന്നല്ല.
അന്തരംഗ ശിഷ്യന്മാരോട് പറഞ്ഞതൊക്കെയും ശുദ്ധ വേദാന്തമാണ്. ഇപ്പൊ സമൂഹത്തോട് പലതും പറഞ്ഞിട്ടുണ്ട്, ധർമ്മം എന്നുള്ള രൂപത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. ഏതാചാര്യനും അങ്ങനെ തന്നെയാണ്. പൊതുസമൂഹത്തോട് ധർമ്മമേ ഉപദേശിക്കുള്ളൂ, അന്തരംഗത്തിൽ മാത്രമേ വേദാന്തം ഉപദേശിക്കുള്ളൂ. യേശു അങ്ങനെയായിരുന്നു. അന്തരംഗ ശിഷ്യന്മാരോട് ശുദ്ധ വേദാന്തമാണ് ഉപദേശിച്ചത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പുരോഹിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു ഉസ്താദോ ശിവൻ ആണ് ഈശ്വരൻ, ശിവൻ സർവജ്ഞാനിയാണ്, ശിവൻ കരുണാമയനാണ്, അങ്ങനെ എന്തെങ്കിലും പറയൂ. അപ്പോൾ ഇങ്ങോട്ടില്ലാത്ത ബഹുമാനം നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതാണ്. അത് ഹിന്ദുവിൻ്റെ ഈ സദ്ഗുണ വൈകൃതം എന്ന് പറയും. ഞാനങ്ങനെ പറയത്തില്ല. ഞാൻ പറയുന്നത് അത് നപുംസകത്വമാണ്. അതാണ് ഹിന്ദുവിൻ്റെ ക്ഷാത്രവീര്യത്തെ ഇല്ലാതാക്കുന്നത്, നശിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ പറയാൻ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ പിന്തുടരാനും പാടില്ല. അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ മാറിപ്പോവുകയാണ് വേണ്ടത്. കാരണം ഹിന്ദുവിന് ഇന്ന് വേണ്ടത് അവൻ്റെ ക്ഷാത്രവീര്യം തന്നെയാണ്. നമുക്ക് വീണ്ടും കാണാം. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്. ജയ്.